ദളപതി വിജയ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, വിജയുടെ ജനനായകൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ പാട്ടിറങ്ങി. ആ ഒരു സിനിമ പൊങ്കലിന് ജനുവരിക്ക് റിലീസാവാൻ പോകുന്നു. അപ്പോൾ ആ ഒരു സിനിമയുടെ വാർത്തകൾ ഇപ്പോൾ ഉണ്ട്. ഇതുകൂടാതെ നമുക്കറിയാം വിജയുടെ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറച്ച് നാളുകൾക്ക് ശേഷം അക്കാര്യം ഒരു ദുരന്തത്തിന് ശേഷം വീണ്ടും ഒരു പബ്ലിക് ഫംഗ്ഷന് വരുന്നു. അതിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ, വിവാദപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പോൾ ജനനായകൻ എന്നൊരു സിനിമ ഇപ്പോൾ വിജയ് അഭിനയം അവസാനിപ്പിക്കാൻ പോകുന്നു. അപ്പോൾ അവസാനത്തെ ഒരു സിനിമയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വിജയുടെ ഒരു ആദ്യത്തെ ഒരു സിനിമ 92 ഒരു ഡിസംബർ മാസമാണ് അറിഞ്ഞത്. ഇപ്പോൾ ഒരു ഡിസംബർ വരാൻ വരികയാണ്. അപ്പോൾ ഏകദേശം ഒരു 33 വർഷമായി വിജയ് അഭിനയ രംഗത്ത് നായകനായിട്ട് നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിജയുടെ ആദ്യത്തെ നായക വേഷം, ആ ഒരു സിനിമയിലേക്കുള്ള വിജയുടെ ഒരു വരവും ആ ഒരു സിനിമയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. വിജയുടെ അച്ഛൻ എസ് എ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെജൻഡ് തന്നെയാണ്. കാരണം തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സ്പേസും അദ്ദേഹത്തിനോടുള്ള ഒരു ആരാധനയൊക്കെ ഇപ്പോഴത്തെ പല താരങ്ങളും സംവിധായകരൊക്കെ പറയാറുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ശോഭ ചന്ദ്രശേഖർ, വിജയുടെ അമ്മ, ഇവരുടെ കൂടെ തന്നെ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഒരു പേരും ടൈറ്റിൽ കഥാകൃത്തായിട്ടോ നിർമ്മാതാവായിട്ടോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ വിജയകാന്തിൻ്റെ സിനിമകളിലൂടെയാണ് ശരിക്കും പറയണമെങ്കിൽ എസ് എ ചന്ദ്രശേഖർ എസ്റ്റാബ്ലിഷ് ആണ്. അങ്ങനെ വിജയകാന്തിൻ്റെ നായകനാക്കിയാണ് അദ്ദേഹം ഒരുപാട് ഹിറ്റ് സിനിമകൾ, മറ്റ് നടന്മാരെയൊക്കെ വെച്ച് രജനീകാന്തിനെയൊക്കെ വെച്ചിട്ടൊക്കെ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു വിജയകാന്ത് ആണ് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഒരു ഭയങ്കര റാപ്പാണ് അവർ തമ്മിലുള്ളത്. വിജയകാന്തിൻ്റെ നായകനാക്കി അദ്ദേഹം ചെയ്ത സിനിമകളിലാണ് ബാലതാരമായിട്ട് വിജയ് വരുന്നത്. അതുകൊണ്ട് വെട്രി എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് ആദ്യമായിട്ട് വിജയ് ബാലതാരമായിട്ട് വരുന്നത്. 84 പിന്നീട് കുറേ സിനിമകളുടെ ബാലതാരമൊക്കെ ആയിട്ട് അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് 18ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് നായകനായിട്ട് എസ് എ ചന്ദ്രശേഖർ വിജയനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, മകൻ്റെ നായകനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നാളെയെ തീർപ്പ് എന്ന് പറയുന്ന ആ ഒരു സിനിമ ഞാൻ 2-3 തവണയൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു സിനിമ നമുക്കറിയാം, പലരും ജനങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ. കാരണം അന്ന് ആ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് വിജയുടെ ഒരു രൂപവും ഒക്കെ വെച്ചിട്ട് ക്രിട്ടിക്സൊക്കെ അന്ന് ഭയങ്കര മോശമായിട്ട് പറയുന്നതും ആ ഒരു സിനിമ ശരിക്കും ഫ്ലോപ്പ് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത് ശരിക്കും ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഈ അടുത്ത ഒരു സിനിമ കുറച്ച് നാളുകൾക്ക് ശേഷം കണ്ടു. അപ്പോൾ അതിൽ ശരിക്കും ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരു സിനിമ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു മള്ളയും പറയുമ്പോൾ, അതിൽ വിജയ് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യൻ, അമ്മയുണ്ട്, ശ്രീവിദ്യയാണ് അമ്മ. ആദ്യം നമ്മൾ സിനിമ തുടങ്ങുന്ന സമയത്തൊക്കെ കാണിക്കുമ്പോൾ വിജയ് ഒരു ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ചിട്ടും അതുപോലെ തന്നെ ഒരു പത്രത്തിൽ ഒരു പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്തു. രാവിലെ കോളേജിൽ പോകുന്നു, രാത്രി ഓട്ടോറിക്ഷ ഓടിക്കുന്നു, പത്രത്തിൽ ജോലി ചെയ്യുന്നു. ഇങ്ങനെ കുടുംബം, അമ്മയെ നോക്കുന്നു, പഠിപ്പിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. പക്ഷെ അനീതി കണ്ടാൽ അപ്പോൾ അതിനെതിരെ പ്രതികരിക്കുക, എടുത്തു ചാടി, അതായത് തല്ലണമെങ്കിൽ തല്ലണം, ഒന്നും നോക്കാതെ എടുത്തു ചാടുക എന്ന് പറയുന്നത് അതാണ് ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഫസ്റ്റ് ഹാഫൊക്കെ കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് വിജയുടെ അച്ഛൻ രാധാരവിയുടെ ഒരു ക്യാരക്ടർ, വലിയൊരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം, ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് വിജയ്. അപ്പോൾ അച്ഛനെ എതിർത്ത് അമ്മേനെ കൊണ്ട് വീട് വിട്ടിറങ്ങി അച്ഛനെതിരെ പോരാടുന്ന ഒരു മകൻ്റെ ക്യാരക്ടർ. അതായത് ശരിക്കും ആ സിനിമ കാണുമ്പോൾ, അതായത് ഇന്ന് വിജയ് പറയുന്ന പല പൊളിറ്റിക്സും അന്നേ വിജയുടെ സിനിമകളിലൂടെ വിജയ് പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ ഒരു സിനിമയുടെ ഒരു തുടക്ക സമയത്ത്, അതായത് ഇങ്ങനെ മകനെ അഭിനയിപ്പിക്കാം നായകനായിട്ട് എന്ന് അച്ഛൻ തീരുമാനിക്കുന്നത്, അന്ന് അണ്ണാമലൈ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി നിന്ന് വിജയ് അണ്ണാമലയുടെ വലിയ ഫാനാണ്. അതൊരു 30ഓളം പ്രാവശ്യം വിജയ് ആ ഒരു സിനിമ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അണ്ണാമലയിലെ രജനീകാന്തിൻ്റെ ചില സീൻസൊക്കെ അച്ഛൻ്റെ മുമ്പിൽ വിജയ് അഭിനയിച്ച് കാണിക്കുന്നതും അത് അച്ഛൻ അതിൽ ഇമ്പ്രസ്ഡ് ആവുന്നതും അങ്ങനെയാണ് മകനെ അഭിനയിപ്പിച്ചത്. പക്ഷേ ആ ഒരു സിനിമ 92 ഡിസംബറിലാണ് റിലീസാവുന്നത്. ആ ഒരു സിനിമ അന്ന് തിയേറ്ററിൽ ഭയങ്കര ഫ്ലോപ്പായിരുന്നു. ഭയങ്കര പ്രതീക്ഷയോട് കൂടിയാണ് വരുന്നത്, തിയേറ്ററിൽ ഫ്ലോപ്പായി. അപ്പോൾ അന്ന് എസ് എ ചന്ദ്രശേഖർ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞത്, ഞാൻ അന്ന് ആ സിനിമ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം വളരെ 18 വയസ്സുള്ള ഒരു വിജയനെ വെച്ച് ഇത്രയ്ക്ക് ഹെവി ആയിട്ടുള്ളൊരു ക്യാരക്ടർ കൊടുത്തതായിരിക്കാം അന്ന് ആ ഒരു സിനിമ പരാജയപ്പെടാൻ കാരണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്കറിയാം, പിന്നെ അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് വിജയുടെ അടുത്തൊരു സിനിമയൊക്കെ റിലീസ് തിയേറ്ററിലേക്ക് എത്തുന്നത്. പക്ഷെ ആ ഒരു പരാജയത്തിൽ നിന്ന് വിജയ് ആയാലും വിജയുടെ അച്ഛനായാലും ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അവരവരുടെ തെറ്റുകൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ടുള്ള സിനിമകൾക്ക് അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയത്. എന്തായാലും നാളെ തീർപ്പ് എന്ന് പറയുന്ന ഒരു സിനിമ ജസ്റ്റ് ഇപ്പോഴും ഒന്ന് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. അതിൽ 2 നായികമാരാണ്, കീർത്തന എന്ന് പറഞ്ഞൊരു നായികയും അതുപോലെ തന്നെ ഈശ്വരി റാവു എന്ന് പറയുന്നത്. ഈശ്വരി റാവു എന്ന് പറയുന്ന നായികനെ പിന്നീട് നമ്മൾ കാല എന്ന് പറയുന്ന ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്, രജനീകാന്തിൻ്റെ നായികയിൽ കണ്ടിട്ടുണ്ട്. വേറെയും ഒരുപാട് സിനിമകൾ അവർ തമിഴിലും മലയാളത്തിലൊക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. കീർത്തന എന്ന് പറയുന്ന നടിയാണെങ്കിലും അന്ന് അവരും മലയാളം സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കീർത്തനയുടെ ആദ്യത്തെ
സിനിമ തന്നെയാണ്. വിജയുടെ പോലെ തന്നെ കീർത്തനയും നായികയായിട്ട് അഭിനയിക്കുന്നത്. വിജയ് അധികം ബാലതാരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ കീർത്തനയുടെ നായികയായിട്ട് അഭിനയിക്കുന്ന ആദ്യത്തെ ഒരു സിനിമ തന്നെയാണ് ഈ നാളെ തീർപ്പ് എന്ന് പറയുന്ന സിനിമ. നമ്മൾ മലയാളികൾ ഒരുപാട് രസിച്ച് കണ്ടിട്ടുള്ള 2 സിനിമകളുണ്ട്. സാമൂഹ്യ പാഠം, അതുപോലെ തന്നെ അഞ്ചര കല്യാണം. ഈ 2 സിനിമകളുടെയും നായികയാണ് ഈ കീർത്തന. അപ്പോൾ അന്ന് വിജയുടെ നായികയായിട്ട് തുടങ്ങിയതാണ്, പിന്നെ മലയാളത്തിൽ അഭിനയിച്ചു. പിന്നെ അവരെ കുറേ സിനിമകളൊക്കെ ഇപ്പം അവരുടെ ചില റീൽസൊക്കെ കാണാം. അതായത് അവർ ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചതിൻ്റെ കുറേ എക്സ്പീരിയൻസുകളൊക്കെ പറയുന്നത്. പിന്നെ ഇതിലെ ക്യാരക്ടേഴ്സൊക്കെ ഇപ്പോൾ രാധാരവി അന്ന് ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടറാണ്. ശരത് ബാബു അന്ന് ഹീറോ ആയിട്ടും അഭിനയിക്കുന്ന ഒരാളാണ്. ശരത് ബാബു ഇതിൽ ശക്തമായിട്ടൊരു വക്കീലിൻ്റെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറേ, അതായത് ഒരു കോംപ്രമൈസും പ്രൊഡക്ഷൻ്റെ സൈഡിലുള്ള മറ്റു കാര്യങ്ങളൊന്നും ഇതിൽ അച്ഛൻ ചന്ദ്രശേഖർ ചെയ്തിട്ടില്ല. പിന്നെ ഇതിലെ മ്യൂസിക് മണിമേഖല, MM ശ്രീലേഖ എന്നാണ് അവരുടെ പേര്. അവരന്ന് 12 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ അവർ ഒരുപാട് സിനിമകളിലൊക്കെ മ്യൂസിക്കൊക്കെ ചെയ്തിട്ടുണ്ട്, പാട്ടുകാരി പാടിയിട്ടുണ്ട്. നമ്മുടെ രാജമൗലിയുടെ കീരവാണി അവരുടെ ബന്ധുവാണ്. അന്ന് 12 വയസ്സുള്ളപ്പോഴാണ് അവർ ആ ഒരു സിനിമ ചെയ്യുന്നത്. അവരുടെയും ആദ്യത്തെ മ്യൂസിക്കാണ്. അതിൽ 5 or 6 പാട്ടുകളൊക്കെ ഉണ്ട്. പാട്ടുകളൊക്കെ അന്ന് അത്യാവശ്യമൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള പാട്ടുകളൊക്കെ തന്നെയായിരുന്നു. നല്ല രസമാണ്. ഇന്നും നമുക്ക് എന്താ പറയുക, എവിടെയൊരു അന്ന് ഇളയരാജയാണ് ഒരുവിധം എല്ലാ സിനിമകളും, പക്ഷേ ഇളയരാജനെ മാറി ഇവർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അന്ന് ദേവ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ വന്ന് പിന്നീട് ഇതൊരു ഒപ്പമുണ്ട്. അതിന് ശേഷമുള്ള വിജയുടെ സിനിമകളൊക്കെ ദേവയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും 12 വയസ്സുള്ള ഒരു പെൺകുട്ടി ആ മ്യൂസിക് ചെയ്തു എന്നുള്ളത് ഞാനും ഈ അടുത്താണ് അറിയണത്. എന്തായാലും ആ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഇന്ന് കാണുമ്പോൾ അന്ന് ക്രിട്ടിക്സ് ഒക്കെ പറയുന്ന പോലെ അത്ര മോശമായിട്ടൊന്നും അല്ല വിജയ് പെർഫോം ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് പിന്നീട് കണ്ടപ്പോഴൊക്കെ തോന്നിയത്. ഒരു പുതുമുഖത്തിൻ്റെ കുറേ പാളിച്ചകളൊക്കെ ഉണ്ട്, എങ്കിൽ പോലും ഇങ്ങനെ ക്രിട്ടിക്സ് പറയാൻ മാത്രം എന്തായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. അന്ന് ആ സിനിമ തിയേറ്ററിൽ കണ്ടതോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് വിജയ് പിന്നെ 1 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ഹിറ്റിലൂടെ തിരിച്ചു വന്നത്. അത് വിജയകാന്ത് എന്ന് പറഞ്ഞ ഒരു നടൻ്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ച് നമുക്ക് മറ്റൊരു എപ്പിസോഡ് ചെയ്യാം.